പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ വലിയ ഒരു പൊട്ടിത്തെറി വരുന്ന രീതിയിൽ മാധ്യമ വിചാരണ, ആ പദം തന്നെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. കാരണം അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ മരമുറി ചാനൽ അല്ലെങ്കിൽ മരംകൊത്തി ചാനൽ എന്നൊക്കെ പറയുന്ന മുട്ടിൽ മരമുറിയുടെ പ്രധാന പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന അത് അവരുടെ ഉടമസ്ഥതയിലുള്ള ആ ചാനൽ കേരളത്തിലെ ഇന്ന് കാണുന്ന കേരളത്തെ കെട്ടിപ്പടുത്ത അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കെട്ടിപ്പടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ നിശ്ചയിക്കത്തക്ക രീതിയിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്താ അവതാരകരും വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള KPCCയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവറുകൾ കൃത്യമായിട്ട് അതിന് ഒരു പരിസമാപ്തി എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാനിത് പറയാൻ കാരണം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെയും തന്നെ ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് അതിൻ്റെ വസ്തുതകളും അതിൻ്റെ അനന്തരഫലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനം നടത്തി ഉള്ള കാര്യം പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനലുകൾക്കൊന്നും ഇതൊക്കെ ആയിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല. ഈ ചാനലുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെയാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം ഇതേ ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേൾക്കുന്നതിനേക്കാൾ കഠിനമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ ഇന്നും MLA-മാരായിട്ടും യാതൊരുവിധ വിചാരണയും നേരിടാതെ യാതൊരുവിധമായിട്ടുള്ള പരിക്കുകളും ഏൽക്കാതെ അവരിന്ന് MLA ആയിട്ട് തുടരുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. കൊല്ലത്തിൻ്റെ MLA ശ്രീ മുകേഷ്, അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഘടകകക്ഷി നേതാവായിട്ട് അവരുടെ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ശ്രീ ഗണേഷ് കുമാർ ഉൾപ്പെടെ, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ, P ശശി ഉൾപ്പെടെ, അതുപോലെ തന്നെ തോമസ് ഐസക് ഉൾപ്പെടെ, അങ്ങനെ ഒരുപാട് ആളുകൾ ആരോപണ വിധേയരായി അത് പോലീസ് കേസെടുത്ത് FIR ഇടുന്ന തരത്തിലേക്ക് വരെയും എത്തി ജാമ്യമെടുത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും അവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാന തലപ്പത്തിരുന്ന ഈ പറയുന്ന BJP-യെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും LDF-നെയും നഖശികാന്തം അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ, അവർ ചെയ്യുന്ന തെറ്റിനെ തുറന്നു കാണിച്ച് അവരുടെ കൊള്ളരുതായ്മകളെ എതിർത്തുകൊണ്ടിരുന്ന നല്ല തീപ്പൊരി നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇവർ പ്രതികരിക്കണമെങ്കിൽ സ്വന്തം കണ്ണിൽ കോല് വെച്ചിട്ട് അപരൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നത് പോലെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നത്. കാരണം 2 കാലിലും മന്ത് പിടിച്ചിരുന്നിട്ട് ഒരു കാലിൽ മന്ത് ബാധിച്ച ഒരുത്തൻ എങ്ങനെയോ ഞൊണ്ടി പോകുമ്പോൾ എടാ മന്ത അവിടെ നില്ല് എന്ന് പറയുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങളെ അപഹാസ്യരാക്കുന്ന തരത്തിൽ BJP-യും യുവമോർച്ചയും DYFI-യും SFI-യും LDF-ൻ്റെ ആളുകളുമൊക്കെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭരണത്തെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടത്തെ തടയാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ ആമായിട്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനത അനുഭവിക്കുന്ന വിവരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവർണ്ണനീയമായിട്ടുള്ള വളരെ കഷ്ടപ്പാടുകളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വിലക്കയറ്റം, അതുപോലെ അഴിമതി, അതുപോലെ കരിമണൽ കർത്തായിൽ നിന്ന് കോടികൾ വാങ്ങിയ വിഷയം,
അതുപോലെ എക്സാലോജി കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങിച്ച വിഷയം, അതുപോലെ പാലങ്ങൾ ഇവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പാലങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. അതുപോലെ ഇപ്പോൾ ഏറ്റവും സമീപത്തായിട്ട് വന്ന കത്ത് വിവാദം, PBയുടെ മുന്നിൽ കത്ത് വിവാദം ഉണ്ടായ വിവരങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുക. പൊടുന്നനവേ അതെല്ലാം ഒന്ന് മാറ്റിമറിച്ച് അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ തൽപരകക്ഷികളായിട്ടുള്ള ഈ പറയുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ വിശ്വസിക്കത്തക്ക രീതിയിൽ മൂടന്മാരോ വിഡ്ഢികളോ അല്ല പ്രബുദ്ധരായ കേരള ജനതയെന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മനസ്സിലാക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി, AI പറ്റിയിട്ടറിയാം. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ച് കൃത്രിമമായിട്ടുള്ളതാണോ യാഥാർത്ഥ്യമുള്ളതാണോ എന്ന് നമുക്കറിയാത്ത തരത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്ക്രീൻഷോട്ട് വരുന്നു, ഒരു വോയിസ് മെസ്സേജ് വരുന്നു, അതിൻ്റെയൊക്കെ രേഖകൾ കാണിച്ചുകൊണ്ട് ഇതാണ് ഒരു ആധികാരിക രേഖയെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യുവാൻ ആരാണ് ഈ ചാനലുകൾക്ക് അധികാരം കൊടുത്തത്? ചാനൽ വിചാരണ, മാധ്യമ വിചാരണ നടത്തിക്കൊണ്ട് ഒരാളെ കുറ്റവാളിയാക്കുവാൻ ഏത് ഭരണ സംവിധാനമാണ്, ഏത് നിയമവ്യവസ്ഥയാണ് നിങ്ങളെ അനുവദിച്ചിരിക്കുന്നത്? ഈ രാജ്യത്ത് കോടതികളുണ്ട്, ഈ രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്, ഈ രാജ്യത്ത് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വനിതകൾ, ഏതെങ്കിലും ഒരു വ്യക്തികൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരെ മോശപ്പെടുത്താനുള്ള ശ്രമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, അവിടേക്ക് അവർക്ക് സമീപിക്കാമല്ലോ. അത് ചെയ്യുന്നതിന് പകരം ഒരു ടാർജറ്റീവായിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലെ കരടായിരിക്കുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന, പൊതുസമൂഹത്തിൽ മാന്യമായിട്ട് ഇടപെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തവർ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ച ആ മനുഷ്യനെ കരിവാരി തേക്കുവാനും പൊളിച്ചെടുക്കുവാനും വേണ്ടിയിട്ട് എവിടെ നിന്നോ വന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട്, ആ സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കന്മാരെ, മുതിർന്ന നേതാക്കന്മാരെ മോശപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷം നടത്തിയ പൊറാട്ട് നാടകം ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ. അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇടതുപക്ഷം മാറിയതാണെന്നുള്ളത് വസ്തുത നമ്മൾ മറന്നു പോകരുത്. കാലാകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ, വനിതകളെ രംഗത്തിറക്കിക്കൊണ്ട്, പണ്ട് സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ അപ്പുറത്ത് നല്ല ചൊവ്വുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, അവരെ തേജോവധം ചെയ്യണം, അവരെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇടതുപക്ഷം നടത്തുന്ന അജണ്ടയുടെ ഭാഗമാണ് ഈ പത്രമാധ്യമ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ചാനൽ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മരം മുറി സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അവഹേളിക്കുവാൻ വേണ്ടി CPM തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അറുതി വരുത്തണമെങ്കിൽ ഇതിലൊന്നും വീഴുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട്, അതിനു മുമ്പ് ഒരു കോലാഹലമുണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFനെയും കരിവാരി തേച്ചുകൊണ്ട് ഇലക്ഷനിൽ വിജയിക്കാമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. ആ കരുതലിൻ്റെ മുകളിൽ ഉള്ള വലിയ ഒരു തിരിച്ചടിയായിരിക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തോട് സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ടത്. ഇവരെല്ലാ കാലങ്ങളിലും ഇങ്ങനെ അനീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട്, നട്ടാൽ കുരുക്കാത്ത കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയെ കരയ്ക്ക് കയറ്റി, അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ജിഷ വധക്കേസ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു 2015-16 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ അന്നത്തെ ഭരണകർത്താക്കൾ എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ മുതൽ കുതിര കയറിക്കൊണ്ട് സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭരണം വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അധികാരത്തിൽ കയറുവാനായിട്ട് ശ്രമിച്ച് നാട് മുഴുവനും ഇവർ പ്രചരണം നടത്തി. അന്നിവർ പറഞ്ഞതെന്താണെന്നറിയാമോ? എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരു നേതാവിൻ്റെ മകളാണ്
ജിഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അന്ന് പ്രചണ്ഡ പ്രചാരണം നടത്തിയത്. അങ്ങനെ എല്ലാ രീതിയിലും കബളിപ്പിക്കുന്ന ഗീബൽസ്യൻ തന്ത്രവുമായിട്ടാണ് ഈ പറയുന്ന ആളുകൾ രംഗത്ത് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ആ വീഡിയോ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ആ മെസ്സേജുകളുടെ ആളുകൾ ആരായാലും അവരെന്തുകൊണ്ട് പരാതി പറയുവാൻ തയ്യാറായില്ല? അവർ പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് എത്തിയില്ല? അവരെന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? ഈ ഒരു കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കില്ല, രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാകുകയുള്ളൂ എന്ന് ആർക്കും മനസ്സിലാവും. അപ്പോൾ പരസ്പര ധാരണയോട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് 21 വയസ്സിന് എന്നുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് പരസ്പര സമ്മതത്തോടുകൂടി ഉഭയകക്ഷി സമ്മതപ്രകാരം അവർ ഏതെങ്കിലും രീതിയിലുള്ള ചേഷ്ടകളോ കാര്യങ്ങളോ ലൈംഗിക ജീവിതമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിലൊരു പരാതിയായിട്ടോ പീഡനമായിട്ടോ മാറില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഗൂഢ ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരായാലും ആ പറയുന്ന ആളുകൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല ഈ പറയുന്ന ഇടതുപക്ഷം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് സാക്ഷാൽ ഷാബി പറമ്പിൽ എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ വരാൻ പോകുന്ന കേരളത്തിൻ്റെ ഭാവിയെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഈ കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയായ ഷാബി പറമ്പിലിനെ തേജോവധം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹത്തെ എങ്ങനെയും പുറമോട്ട് വലിക്കുക, കാരണം നിസ്സാര കാര്യമല്ലല്ലോ. അവരുടെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറമ്മയെ വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അപ്പോൾ ഷാബി മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കലും ഈ പറയുന്ന കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദേശം സിനിമയിലെ അവരുടെ താത്വിക ആചാര്യൻ പറഞ്ഞ ആ പരമപ്രധാനമായ പോയിന്റാണ് ഇപ്പോൾ അവർ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും ഇന്ന് ഈ പറഞ്ഞ ഒരു സസ്പെൻഷൻ നടപടി നിലവിൽ ആയിട്ടുണ്ട്. ആ സസ്പെൻഷൻ നടപടി അത് കൃത്യമായിട്ട് ആ പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീപക്ഷത്തോടുള്ള ബഹുമാനമുള്ളത് കൊണ്ടാണ്. കാരണം ഒരു ആരോപണം വന്നു, ഈ പറയുന്ന ഇടതുപക്ഷമോ അല്ലെങ്കിൽ BJPയോ ചെയ്യാത്ത തരത്തിൽ ഒരാളിനെ പറ്റി, ഒരു നിസ്സാരക്കാരനല്ല, കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ജിഹയായിട്ട് പ്രവർത്തിച്ച ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ചൂടും ചൂരുമുള്ള ചൂടക്കുട്ടിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു ആരോപണം വന്ന് 24 മണിക്കൂർ തികയുന്നതിനുള്ളിൽ തന്നെ അയാൾക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പിന്മാറണമെന്ന് പറഞ്ഞ് അയാളെ രാജിവെപ്പിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു നിർത്തിയിട്ട് കൃത്യം 4 ദിവസത്തിനകം നല്ല രീതിയിൽ കൂട്ടായിട്ട് ആലോചിച്ച് മുതിർന്ന നേതാക്കൾ കൃത്യമായിട്ടൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിലെ വനിതകൾക്കും അമ്മമാർക്കും നൽകുന്ന റെസ്പെക്റ്റിൻ്റെ ഒരു തിരിച്ചറിവാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇതിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഈ നാട്ടിൽ വനിതകൾക്കെതിരെ എന്തെല്ലാം ജാതിപരം പറഞ്ഞ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ആക്ഷേപിച്ചല്ലോ. ഒരു ചെറിയ നടപടി എടുക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ? അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ കാപട്യം നമ്മൾ തിരിച്ചറിയണം. ഇവരെല്ലാ കാലവും കാപട്യത്തിൻ്റെ ഗീബൽസ്യൻ തന്ത്രത്തിൻ്റെ ആളുകളാണ്. അവസാനം പശ്ചാത്താപത്തിൻ്റെ കണ്ണീര് നമ്മൾ ഒഴുക്കേണ്ടി വരും. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നമുക്ക് മുൻപിൽ ഒരു ഉദാഹരണമായിട്ട് നിൽപ്പുണ്ട്. അദ്ദേഹത്തെ അകാല വാർദ്ധക്യത്തിലേക്കും അകാല മരണത്തിലേക്കും തള്ളിവിട്ടത് കേവലം ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീതിമാനായ ആ മനുഷ്യനെ വേട്ടയാടി, ആ കുടുംബത്തെ വേട്ടയാടി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചാണ്ടിയുമ്മൻ വളരെ വേദനയോടെ സങ്കടത്തോടെ നിന്നിട്ടുള്ള ഒരുപാട് ദിനങ്ങൾ ഞാൻ അടുത്തറിഞ്ഞ് കണ്ട ഒരു മനുഷ്യനാണ്. ആ കുടുംബത്തിൻ്റെ വേദന അടുത്തറിഞ്ഞ് കണ്ട ഒരാളാണ് ഞാൻ. ഇതുപോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ നീതിമാനാണെങ്കിൽ ഈ പറയുന്ന വെല്ലുവിളിക്കുന്ന പുറകിൽ നടന്ന് നാണമില്ലാത്ത മാധ്യമ പ്രവർത്തക, നിങ്ങൾ അവരുടെ വീട് വളഞ്ഞ് എന്താ മഹാകാര്യം ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്? ഈ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ
എന്തെല്ലാം നന്മകൾ ചെയ്തിട്ട് അവരെപ്പറ്റി ഒരു വാർത്ത കൊടുക്കുവാൻ നിങ്ങൾ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഈ നാട്ടിലെ എത്രയോ നന്മകൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ ഒരു വാർത്ത കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അവരെ പ്രൊമോട്ട് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ എൻ്റെ തൊട്ടടുത്ത പരിസരത്ത് ഇവിടെ ജോമോൻ എന്ന് പറയുന്ന ഒരു കുട്ടി 2.18 മീറ്റർ പിന്നെ ഹൈ ജമ്പ് ചാടിയ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ പരിസരത്തുണ്ട്. ഈ ചക്കൊള്ളി തൊട്ടടുത്ത് KCT ജംഗ്ഷനടി അരികിലായിട്ട് അതേപോലുള്ള സാധാരണപ്പെട്ട കുട്ടികളെ നാളുകളിൽ നമ്മുടെ ദേശീയ തലത്തിലും ലോക കായിക ഭൂപടത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാൻ നിങ്ങളെപ്പോലെയുള്ള ചാനൽ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ പൊതുപ്രവർത്തകരുണ്ട്. ഈ പൊതുപ്രവർത്തകരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സമൂഹ മധ്യത്തിൽ അവഹേളിച്ച് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. വെളുപ്പിനെ 5 മണി തൊട്ട് രാത്രി 10-12 മണിയാവുമ്പോൾ വരെയും സമൂഹത്തിലെ പല ആളുകളും വിളിക്കും. അവർക്ക് വേണ്ടി ഇടപെട്ട് അവരുടെ റേഷൻ കാർഡിൻ്റെ വിഷയത്തിൽ, അവരുടെ ലോണിൻ്റെ വിഷയത്തിൽ, അവർക്ക് റവന്യൂ ഓഫീസുകളിൽ പോകണമെങ്കിൽ, കളക്ടറേറ്റിൽ പോകണമെങ്കിൽ, അവർക്ക് പോലീസ് സ്റ്റേഷനിലെ വിഷയങ്ങളുണ്ടെങ്കിൽ ആരും 10 പൈസ ഈ പറയുന്ന ആളുകളൊന്നും ഈ പൊതുപ്രവർത്തകർക്ക് നൽകുന്നില്ല. പൊതുപ്രവർത്തകൻ്റെ മക്കളെ കാണാൻ പോലും പൊതുപ്രവർത്തകർക്ക് സമയം കിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവറായിട്ടിരുന്ന ഗോപി ആശാൻ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞത്. ആ ചാണ്ടി ഉമ്മനെ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റുമ്പോൾ വാവയെന്നാണ് ഉമ്മൻചാണ്ടി സാറ് തൻ്റെ ഭാര്യയെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വാവയോട് പറഞ്ഞു, വാവേ ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് ഈ ലേബർ റൂമിലേക്ക് വാവയെ കയറ്റി പിന്നെ ഉമ്മൻചാണ്ടി അവിടുന്ന് തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു കാറിൽ കയറി യാത്രയായി. പ്രസവം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ആ മനുഷ്യൻ പിന്നെ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കാണാനായിട്ട് എത്തുന്നത്. ആ പൊതുപ്രവർത്തകൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സ്വന്തം വീട്ടുകാരും കുഞ്ഞുങ്ങളെയും ഒക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ നിങ്ങൾ തേജോവധം ചെയ്യുമ്പോൾ പത്രമാധ്യമത്തിൻ്റെ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തേജോവധം ചെയ്യണം. അതിൻ്റെ വസ്തുത അറിയാതെ, അതിൻ്റെ സത്യസന്ധത അറിയാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ചില തൽപര കക്ഷികൾക്ക് വേണ്ടി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടെ കടന്നു വരുന്നത് മതഭീകരതയും വർഗീയ വിഷവുമാണെന്നുള്ള വസ്തുത നിങ്ങൾ ഈ ചാനലിൻ്റെ ഉടമകളും അതിൻ്റെ ആളുകളും മനസ്സിലാക്കണം. കോൺഗ്രസ് പ്രസ്ഥാനം എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്? ഈ കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്കെങ്ങനെ സമർത്ഥിക്കാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? കോടതി ഒരാളെ ശിക്ഷിക്കാതെ ഇവൻ കുറ്റവാളിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി, അത് CJM താഴെ അറ്റത്തെ CJM കോടതി ആയാലും മുകളിലറ്റമിരിക്കുന്ന സുപ്രീം കോടതി ആയാലും, അവിടെ പറയാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ സാക്ഷ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട കോടതി പറയാതെ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? ഒരാൾ കുറ്റവാളിയാണെന്ന് പറയുവാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? നിങ്ങൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ പുറകിൽ ഓടേണ്ട ആ സാഹചര്യം എങ്ങനെ ഉണ്ടായി? അപ്പം നിങ്ങൾക്ക് എന്തോ അജണ്ടയില്ലേ? നിങ്ങളുടെ അജണ്ട ജനം തിരിച്ചറിയത്തില്ലേ? അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെയും കപട നാടകമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ആർജവമുണ്ടെങ്കിൽ അവർ മുകേഷിനെതിരെയും ഈ ഗണേശനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഒക്കെ അങ്ങോട്ട് നടപടിയെടുക്കട്ടെ. ശശിക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? പിണറായി സഖാവിൻ്റെ ഓഫീസിലുള്ള എത്രയോ ആളുകൾക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അപ്പം ഞങ്ങളെല്ലാം എന്ത് ചെയ്താലും അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മറ്റുള്ളവരൊന്നും ചെയ്തില്ലേലും ആ പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആ വ്യഗ്രതയുണ്ടല്ലോ, അത് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് ഷാബി പറമ്പിലിനെ ഒന്നും തൊടാൻ പറ്റൂല. നിങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ അടൂർ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അടുപ്പമുള്ള സ്ഥലമാണ്, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല, എൻ്റെ കൂടെ സഹപ്രവർത്തനമായിട്ട് പ്രവർത്തിച്ച ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെയൊന്നും തേജോവധം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ കേരളത്തിലെ സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ട്, സ്ത്രീ ജനങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാവാൻ പാടില്ല. ഒരാളും സീസറിൻ്റെ ഭാര്യ ഒരിക്കലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള മഹത്തായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ CPM-നെ വെല്ലുവിളിക്കുകയാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന
ഗണേശനെതിരെയും അതുപോലെ തന്നെ നിങ്ങളുടെ മുകേഷിനെതിരെയും നിങ്ങളുടെ ബാക്കിയുള്ള ഈ പറയുന്ന ആരോപണങ്ങൾ നേരിട്ടിട്ട ആളുകൾക്കെതിരെ ഒരു ചെറിയ സസ്പെൻഷൻ നടപടിയെങ്കിലും നിലവിൽ കൊണ്ടുവരാൻ നിങ്ങൾ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നാളെ അത്തദിനമാണ്. അത്തം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.